ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് 3ാം ക്ലാസ്സിലെ 8ാമത്തെ യൂണിറ്റായ ലെറ്റ്സ് വാക്ക് എലോങ് ദ സോയിൽ എന്ന പാഠഭാഗം പഠിച്ചാലോ? മണ്ണിലൂടെ നടക്കാം. ഹൗ ബ്യൂട്ടിഫുൾ ഈസ് അവർ എർത്ത്. എത്ര സുന്ദരമാണ് കൂട്ടുകാരെ നമ്മുടെ ഈ ഭൂമി. ഹൗ ലക്കി ടു ബി ബോൺ ഇൻ ദി സോയിൽ. ഈ മണ്ണിൽ പിറന്നത് നമ്മുടെ ഭാഗ്യം തന്നെ. ഈ ഭൂമിയിൽ നമുക്ക് എന്തൊക്കെ കാണാൻ കഴിയും കൂട്ടുകാരെ, നോക്കൂ. Trees, houses holding their heads high in the soil. മണ്ണിൽ തല ഉയർത്തി നിൽക്കുന്ന മരങ്ങൾ, ചെടികൾ. Butterflies buzzing to suck sweet honey. പൂന്തേൻ നുകരാനെത്തുന്ന പൂമ്പാറ്റകൾ. Farmers toiling hard to reap gold from the soil. മണ്ണിൽ പൊന്നു വിളയിക്കാൻ അധ്വാനിക്കുന്ന കർഷകർ. Numerous creatures crying out, this land is ours too. ഈ മണ്ണ് ഞങ്ങളുടേത് കൂടിയാണെന്ന് വിളിച്ചോതുന്ന അനേകം ജീവികൾ. Let us play in the soil and grow joyfully, sensing the smell of the soil. മണ്ണിൻ്റെ മണം അറിഞ്ഞ് മണ്ണിൽ കളിച്ചു വളരാം. Let us try to know more about the soil. കൂട്ടുകാരെ, നമുക്ക് മണ്ണിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കാം. അടുത്ത പേജ് നോക്കൂ. ഉണ്ണിക്കുട്ടൻ ആൻഡ് മണിക്കുട്ടി വെയർ പ്ലേയിങ് മേക്കിംഗ് മഡ് ബേൺസ് ഇൻ കോക്കനട്ട് ഷെൽ. ചിരട്ടയിൽ മണ്ണപ്പം ഉണ്ടാക്കി കളിക്കുകയായിരുന്നു ഉണ്ണിക്കുട്ടനും മണിക്കുട്ടിയും. While filling the coconut shell with mud, ഉണ്ണിക്കുട്ടൻ saw a tiny creature in the mud. ചിരട്ടയിൽ മണ്ണ് നിറയ്ക്കുന്നതിനിടയിൽ ഉണ്ണിക്കുട്ടൻ മണ്ണിൽ ഒരു ചെറിയ ജീവിയെ കണ്ടു. He shouted in fear, Mom, a snake. എന്താണ്? അതിനെ കണ്ട് ഉണ്ണിക്കുട്ടൻ പേടിച്ച് നിലവിളിച്ചു. അമ്മേ, ഒരു പാമ്പ്. His mother came running. അമ്മ അവൻ്റെ കരച്ചിൽ കേട്ട് ഓടി വന്നു. ഷെയിം ഉണ്ണിക്കുട്ടാ, ദാറ്റ്സ് ആൻ എർത്ത് വോം. അമ്മ എന്താണ് പറഞ്ഞത്? നാണക്കേടായല്ലോ ഉണ്ണിക്കുട്ടാ, ഇതെന്താണ്? ഇതൊരു മണ്ണിരയാണ്. എ പുവർ ക്രിയേച്ചർ ഓഫ് ദ സോയിൽ. മണ്ണിൽ കഴിയുന്ന ഒരു പാവം ജീവിയാണ്. ഡസ് ഇറ്റ് ബൈറ്റ്. ഇത് കടിക്കുമോ? മണിക്കുട്ടി റൈസ്ഡ് എ ഡൗട്ട്. അത് കടിക്കുമോന്ന് മണിക്കുട്ടിക്ക് സംശയമായി. നോ, നെവർ. ഇറ്റ് ഈസ് എ ലിറ്റിൽ ക്രിയേച്ചർ ദാറ്റ് ഹെൽപ്പ് അസ്. ഇല്ല, ഒരിക്കലുമില്ല. അത് നമ്മെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. മദേഴ്സ് വേർഡ്സ് വെയർ എ റിലീഫ് ടു ഉണ്ണിക്കുട്ടൻ ആൻഡ് മണിക്കുട്ടി. അമ്മയുടെ ഈ വാക്കുകൾ കേട്ടപ്പോഴാണ് ഉണ്ണിക്കുട്ടനും മണിക്കുട്ടിക്കും സമാധാനമായത്. ലുക്ക് അറ്റ് ദ പിക്ചർ. ചിത്രം നോക്കൂ കൂട്ടുകാരെ. ചിത്രത്തിൽ എന്താണ് കാണുന്നത്? എർത്തുവമാണല്ലേ, മണ്ണിരയാണ്. മണ്ണിര അതിനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ നോക്കൂ. ഫ്രണ്ട്സ്, കൂട്ടുകാരെ, ഐ ആം ആൻ എർത്തുവം. ഞാൻ മണ്ണിരയാണ്. ഡോൺ, ഐ ലുക്ക് ലൈക്ക് എ സ്മാൾ സ്നേക്ക്. എന്നെ കണ്ടിട്ട് ഒരു കൊച്ചു പാമ്പിൻകുട്ടിയാണെന്ന് തോന്നുന്നില്ലേ? ബട്ട് ഡോണ്ട് ബി അഫ്രൈഡ് ഓഫ് മീ. എന്നാൽ അങ്ങനെ എന്നെ കണ്ട് നിങ്ങൾ പേടിക്കേണ്ട. ആസ് മൈ നെയിം സജസ്റ്റ്, ഐ ലിവ് ഇൻ ദ സോയിൽ. എൻ്റെ പേര് പോലെ തന്നെ മണ്ണിലാണ് എൻ്റെ താമസം. ഐ മൂവ് ബൈ മേക്കിംഗ് സ്മാൾ ഹോൾസ് ഇൻ മോയിസ്റ്റ് സോയിൽ. കൂട്ടുകാരെ, നനഞ്ഞ മണ്ണിൽ ചെറിയ ദ്വാരങ്ങൾ ഉണ്ടാക്കിയാണ് എൻ്റെ സഞ്ചാരം. വി മൂവ് അറ്റ്ലീസ്റ്റ് 70 ടൈംസ് അപ്പ് ആൻഡ് ഡൗൺ ഇൻ ദ സോയിൽ ഇൻ എ ഡേ. ഒരു ദിവസം 70 തവണയെങ്കിലും ഞങ്ങൾ മണ്ണിന് മുകളിലോട്ടും താഴോട്ടും സഞ്ചരിക്കും. Thus we make small burrows in the soil. അങ്ങനെ ഞങ്ങൾ മണ്ണിൽ ചെറുമാളങ്ങൾ ഉണ്ടാക്കും. This increases the passage of air through soil. ഇത് മണ്ണിലെ വായുസഞ്ചാരം വർദ്ധിപ്പിക്കുന്നു. Our food is soil. ഞങ്ങളുടെ ആഹാരം മണ്ണാണ്. The soil we excrete is good manure. ഞങ്ങൾ വിസർജിക്കുന്ന മണ്ണാകട്ടെ വളക്കൂറുള്ളതുമാണ്. It may be because we keep tilling the soil day and night that we are called friends of farmers. രാവും പകലും ഇങ്ങനെ മണ്ണ് ഉഴുതുമറിക്കുന്നത് കൊണ്ടാവാം ഞങ്ങളെ കർഷകരുടെ കൂട്ടുകാർ എന്ന് വിളിക്കുന്നത്. How happy we are to be addressed this way. ആ വിളി കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് എത്ര സന്തോഷമാണെന്നറിയാമോ? However, the chemical fertilizers and pesticides used for agriculture today have put our lives in danger. കൂട്ടുകാരെ, ഇന്ന് കൃഷിക്കായി മനുഷ്യർ ഉപയോഗിക്കുന്ന രാസവളങ്ങളും കീടനാശിനികളും ഞങ്ങളുടെ ജീവൻ തന്നെ അപകടത്തിലാക്കുന്നു. ഡു യു നോ ഹൗ മച്ച് വി സഫർ ഡ്യൂ ടു ദ പ്ലാസ്റ്റിക് വേസ്റ്റ് ത്രൂ അവേ ബൈ യു ടു ദ സോയിൽ. നിങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം മണ്ണിലേക്ക് വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് സാധനങ്ങൾ മൂലം ഞങ്ങൾ എത്ര കഷ്ടപ്പെടുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ കൂട്ടുകാരെ? ഡിയർ ഫ്രണ്ട്സ്,
You must at least take the initiative to save our soil. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങളെങ്കിലും നമ്മുടെ മണ്ണിനെ രക്ഷിക്കണേ. പ്ലീസ് ലെറ്റ് us live. ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കണേ. വിത്ത് ലവ്, യുവർ ഓൺ എർത്ത് വോം. എന്ന് സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം മണ്ണിര. കൂട്ടുകാരെ, മണ്ണിര തന്നെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? ഹു ഈസ് കാൾഡ് ഫ്രണ്ട്സ് ഓഫ് ഫാർമേഴ്സ്. കൂട്ടുകാരെ, ആരെയാണ് കർഷകന്റെ സുഹൃത്ത് എന്നറിയപ്പെടുന്നത്? എർത്ത് മണ്ണിര. ഡിഡ്ന്റ് യു റീഡ് ദ എർത്ത് ലെറ്റർ? മണ്ണിരയുടെ കത്ത് നിങ്ങൾ വായിച്ചില്ലേ കൂട്ടുകാരെ? വിച്ച് ആർ ദ അതർ ക്രിയേച്ചേഴ്സ് യു ഹാവ് സീൻ ഇൻ ദ സോയിൽ? മണ്ണിരയെ കൂടാതെ മണ്ണിൽ ജീവിക്കുന്ന മറ്റ് ജീവജാലങ്ങൾ ഏതൊക്കെയാണ് പറയൂ? ആൻറ്റ്, ഉറുമ്പ്, ടെർമൈറ്റ്സ്, ചിതൽ, മില്ലിപേഡ്, തേരട്ട, സെന്റിപേഡ്, പഴുതാര, ലീച്ച്, അട്ട തുടങ്ങിയ ജീവജാലങ്ങൾ. ഇവയെ കൂടാതെ ഇനിയും ധാരാളം ജീവജാലങ്ങൾ മണ്ണിൽ വസിക്കുന്നുണ്ട്. കൂട്ടുകാരെ, നിങ്ങൾക്കറിയാവുന്ന ജീവജാലങ്ങളുടെ പേരുകൾ ഇതിനോടൊപ്പം എഴുതി ചേർക്കൂ. എ വോയേജ് ത്രൂ നേച്ചർ. പ്രകൃതിയിലൂടെ ഒരു യാത്ര. ഒബ്സർവ് ദ സോയിൽ ആൻഡ് ദ ക്രിയേച്ചേഴ്സ് ലിവിംഗ് ഇൻ ഇറ്റ് ഇൻ യുവർ പ്രിമിസസ്. ഐഡന്റിഫൈ ദ ക്രിയേച്ചേഴ്സ് ഇൻ ദ സോയിൽ. കൂട്ടുകാരെ, നിങ്ങളുടെ പരിസരത്തെ മണ്ണും അതിൽ വളരുന്ന ജീവികളെയും നിരീക്ഷിക്കൂ. ഏതെല്ലാം ജീവികളാണ് മണ്ണിലുള്ളതെന്ന് കണ്ടെത്തൂ. റിമെമ്പർ ടു ഫൈൻഡ് ഔട്ട് ദ പ്ലാന്റ്സ് ഗ്രോയിങ് ഇൻ യുവർ സ്കൂൾ പ്രിമിസസ് ടു. സ്കൂൾ പരിസരത്തെ ചെടികൾ കൂടി കണ്ടെത്താൻ ശ്രമിക്കണം കേട്ടോ കൂട്ടുകാരെ. അടുത്തൊരു പേജ് നോക്കൂ. ലെറ്റ് us കംപ്ലീറ്റ് ദ ടേബിൾ. താഴെ കൊടുത്തിരിക്കുന്ന ടേബിൾ പൂർത്തിയാക്കൂ കൂട്ടുകാരെ. ഏതൊക്കെയാണ് ടേബിളിൽ തന്നിട്ടുള്ളത്? ക്രിയേച്ചേഴ്സ് ജീവികൾ, പ്ലാന്റ്സ് ചെടികൾ. ക്രിയേച്ചേഴ്സിൽ ഏതെല്ലാം ജീവജാലങ്ങളുണ്ട്? എർത്ത് മണ്ണിര, ടെർമൈറ്റ്സ്, ചിതൽ, ആൻലിയോൺ, കുഴിയാന. ഇനി നമുക്ക് ഏതൊക്കെ എഴുതി ചേർക്കാം? ലീച്ച്, അട്ട, സെന്റിപേഡ്, പഴുതാര, സ്നേക്ക്, പാമ്പ്. പ്ലാന്റ്സ് ഏതൊക്കെ തന്നിട്ടുണ്ട് നോക്കൂ. തുമ്പ, തൊട്ടാവാടി, കോക്കനട്ട് പാം, തെങ്ങ്. ഇനി ഏതൊക്കെ ചെടികളെ നമുക്ക് എഴുതി ചേർക്കാം? ഹിബിസ്കസ്, ചെമ്പരന്തി, മാംഗോ ട്രീ, മാവ്, ജാസ്മിൻ, മുല്ല. കൂട്ടുകാരെ, ഇതുപോലെ നിങ്ങൾക്കറിയാവുന്ന ക്രിയേച്ചേഴ്സും പ്ലാന്റ്സും നിങ്ങൾ ഇതിൽ എഴുതി ചേർക്കണം കേട്ടോ. ഹൗ മെനി ആർ ദ ക്രിയേച്ചേഴ്സ് ആൻഡ് പ്ലാന്റ്സ് ഇൻ ദ സോയിൽ? എത്ര ജീവികളും സസ്യങ്ങളുമാണ് മണ്ണിലുള്ളത്? There may be even more creatures and plants that we haven't noticed. നമ്മൾ കണ്ടെത്താത്ത ധാരാളം ജീവികളും സസ്യങ്ങളും ഇനിയും ഉണ്ടാവാം അല്ലേ? Many organisms invisible to the naked eye also live in the soil. നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ധാരാളം ജീവജാലങ്ങളും മണ്ണിലുണ്ട്. We also live in the soil where there are numerous known and unknown creatures and plants. അറിയുന്നതും അറിയാത്തതുമായ അനേകം ജീവികളുടെയും സസ്യങ്ങളുടെയും വാസസ്ഥലമായ ഈ മണ്ണിലാണ് നമ്മളും ജീവിക്കുന്നത്. How was the soil around us formed? ഉണ്ണിക്കുട്ടൻ ആൾസോ ഹാഡ് ദിസ് ഡൗട്ട്. നമുക്ക് ചുറ്റുമുള്ള ഈ മണ്ണ് എങ്ങനെയാണ് ഉണ്ടായത്? ഉണ്ണിക്കുട്ടനും ഈ സംശയം ഉണ്ടായി. മണിക്കുട്ടി rubbed two stones together and collected the soil particles that fell down on a piece of paper kept below. അപ്പോൾ മണിക്കുട്ടി എന്ത് ചെയ്തു കൂട്ടുകാരെ? 2 കല്ലെടുത്ത് അവ തമ്മിൽ ഉരസി താഴെ വീഴുന്ന പൊടി ഒരു പേപ്പറിൽ ശേഖരിച്ചു. ലുക്ക് ഉണ്ണിക്കുട്ട, നോക്കൂ ഉണ്ണിക്കുട്ട. ഡോണ്ട് ദീസ് സ്റ്റോൺ പാർട്ടിക്കിൾസ് ലുക്ക് ലൈക്ക് ദ സോയിൽ പാർട്ടിക്കിൾസ് അറൗണ്ട് us? എന്താണ് പറഞ്ഞത്? നമുക്ക് ചുറ്റുമുള്ള മൺതരികളെ പോലെ തന്നെയാണല്ലോ ഈ കൽപ്പൊടികളും. സോ ഡു സ്റ്റോൺസ് ബ്രേക്ക് ഇൻ ടു സ്മാൾ പാർട്ടിക്കിൾസ് ടു ഫോം സോയിൽ? ഉണ്ണിക്കുട്ടൻ ആസ്ക്ഡ്. ഉണ്ണിക്കുട്ടന് വീണ്ടും സംശയമായി. ഉണ്ണിക്കുട്ടൻ എന്താണ് ചോദിച്ചത്? അപ്പോൾ കല്ല് പൊടിഞ്ഞാണോ മണ്ണുണ്ടാകുന്നത്? യെസ്, സ്റ്റോൺസ് ആൻഡ് റോക്സ് ബ്രേക്ക് ഇൻ ടു സ്മാളർ പാർട്ടിക്കിൾസ് ടു ഫോം സോയിൽ. കല്ലും പാറയും ഒക്കെ പൊടിഞ്ഞാണ് മണ്ണുണ്ടാകുന്നത്. ടീച്ചർ ടോട്ട് മീ സോ. ടീച്ചർ പറഞ്ഞു തന്നതാ, മണിക്കുട്ടി പറഞ്ഞു. ഫോർമേഷൻ ഓഫ് ദ സോയിൽ. മണ്ണിന്റെ പിറവി. സോയിൽ ഈസ് ഫോംഡ് ബൈ ബ്രേക്കിംഗ് ഡൗൺ ഓഫ് സ്റ്റോൺസ് ആൻഡ് റോക്ക്. കല്ലും പാറയും ഒക്കെ പൊടിഞ്ഞാണ് മണ്ണുണ്ടാകുന്നത്. അവ ചുമ്മയങ്ങ് പൊടിയുകയാണോ ചെയ്യുന്നത്? അല്ല. ദേ ബ്രേക്ക് ഡ്യൂ ടു ദ സൺസ് ഹീറ്റ്, വിൻഡ്, റെയിൻ ആൻഡ് ഫ്രിക്ഷൻ. സൂര്യൻ്റെ ചൂട്, കാറ്റ്, മഴ, ഉരസൽ എന്നിവ മൂലമാണ് പാറയും കല്ലുമൊക്കെ പൊടിയുന്നത്.
ദിസ് ഡസ് നോട്ട് ഹാപ്പൻ ഇൻ എ ഡേ ഓർ ടു. ഇത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല. ബട്ട് ഇൻ സെവറൽ ഇയേഴ്സ്. പിന്നെയോ അനേകം വർഷങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. സിമിലർലി ഇൻ സെവറൽ ഇയേഴ്സ് ദ സോയിൽ ഹാർഡൻസ് ആൻഡ് ഫോംസ് റോക്സ്. ഇതുപോലെ അനേക വർഷങ്ങൾ കൊണ്ട് മണ്ണുറച്ച് പാറയായും മാറുന്നു. കൂട്ടുകാരെ, ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ചാലോ? ഹൗ ഈസ് സോയിൽ ഫോംഡ്? മണ്ണ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? സോയിൽ ഈസ് ഫോംഡ് ബൈ ബ്രേക്കിംഗ് ഡൗൺ ഓഫ് സ്റ്റോൺസ് ആൻഡ് റോക്സ്. ദേ ബ്രേക്ക് ഡ്യൂ ടു ദ സൺസ് ഹീറ്റ്, വിൻഡ്, റെയിൻ ആൻഡ് ഫ്രിക്ഷൻ. This does not happen in a day or two, but in several years. Similarly, in several years, the soil hardens and forms rocks. When his father came in the evening, ഉണ്ണിക്കുട്ടൻ asked. അച്ഛൻ വൈകുന്നേരം വീട്ടിൽ വന്നപ്പോൾ ഉണ്ണിക്കുട്ടൻ ചോദിച്ചു. എന്താണ് ചോദിച്ചത്? Father, when we went to അപ്പുചേട്ടൻ's house, we saw red soil there, and at the seashore, we saw fine sand. Why is it so? എന്താണ് അച്ഛാ, നമ്മൾ അപ്പുച്ചേട്ടന്റെ വീട്ടിൽ പോയപ്പോൾ കണ്ടത് ചുവന്ന മണ്ണാണല്ലോ, എന്നാൽ കടൽക്കരയിൽ ചെറിയ തരിമണലുമാണ് കണ്ടത്. അതെന്താ അങ്ങനെ? ഹിസ് ഫാദർ സ്മൈൽഡ് ആൻഡ് റിപ്ലൈഡ്. അച്ഛൻ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. All the soil that we see around us is not of the same kind. We can see some differences. നമുക്ക് ചുറ്റും കാണുന്ന മണ്ണ് എല്ലാം ഒരുപോലെയല്ല, ചില വ്യത്യാസങ്ങൾ കാണാൻ കഴിയും എന്നാണ് അച്ഛൻ ഉണ്ണിക്കുട്ടൻ്റെ സംശയങ്ങൾക്ക് മറുപടി പറഞ്ഞത്. കൂട്ടുകാരെ, ഉണ്ണിക്കുട്ടൻ്റെ അച്ഛൻ പറഞ്ഞത് ശരിയല്ലേ? ശരിയാണല്ലേ? നമുക്ക് ചുറ്റുമുള്ള മണ്ണ് എല്ലാം ഒരുപോലെയല്ല. പല സ്ഥലത്തും പലതരത്തിലുള്ള മണ്ണാണ് നാം കണ്ടിട്ടുള്ളത്. ഇനി നമുക്ക് മണ്ണിനെ കുറിച്ച് പഠിച്ചാലോ? സോയിൽ, മണ്ണ്. വാട്ട് ടൈപ്പ് ഓഫ് സോയിൽസ് ഫോംഡ് ഇൻ അവർ ലൊക്കാലിറ്റി? കൂട്ടുകാരെ, നിങ്ങളുടെ പ്രദേശത്ത് ഏത് തരം മണ്ണാണുള്ളത്? ഈസ് ദ സോയിൽ ഇൻ യുവർ ലൊക്കാലിറ്റി ദ സെയിം ആസ് ദ സോയിൽ ഇൻ ഡിഫറെൻറ്റ് പ്ലേസസ് യു സീ വെൻ യു ട്രാവൽ? നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ കാണുന്ന പ്രദേശങ്ങളിലെ മണ്ണും നിങ്ങളുടെ പ്രദേശങ്ങളിലെ മണ്ണും ഒരുപോലെയാണോ? നോ, അല്ല. സോയിൽ ഈസ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ്. മണ്ണ് പലതരത്തിലുണ്ട്. Soil can be classified into alluvial soil, sand, red soil, clay and black soil. ഏതൊക്കെയാണവ? എക്കൽ മണ്ണ്, മണൽ മണ്ണ്, ചെമ്മണ്ണ്, കളിമണ്ണ്, കരിമണ്ണ്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോയിൽ? മണ്ണ് പലതരത്തിലുണ്ട്. അവ ഏതെല്ലാം? അലുവിയൽ സോയിൽ, സാൻഡ്, റെഡ് സോയിൽ, ക്ലേ ആൻഡ് ബ്ലാക്ക് സോയിൽ. ഇനി നമുക്ക് ഈ മണ്ണുകളുടെ പ്രത്യേകതയെക്കുറിച്ച് പഠിച്ചാലോ? അലുവിയൽ സോയിൽ, എക്കൽ മണ്ണ്. അലുവിയൽ സോയിൽ ഈസ് ദ ടോപ്പ് സോയിൽ ദാറ്റ് ഈസ് ക്യാരിഡ് എവേ ബൈ വാട്ടർ ആൻഡ് സെഡിമെന്റഡ് അറ്റ് എ പ്ലേസ്. ജലത്തോടൊപ്പം ഒഴുകിയെത്തുന്ന മേൽമണ്ണ് അടിഞ്ഞുകൂടുന്നതാണ് എക്കൽ മണ്ണ്. സാൻഡ്, മണൽ. സാൻഡ് ഈസ് മെയിൻലി മേഡപ്പ് ഓഫ് ടൈനി ഗ്രാനുൾസ്. മണൽ മണ്ണ് എങ്ങനെയുള്ളതാണ് കൂട്ടുകാരെ? മണൽ മണ്ണിലധികവും ചെറിയ തരികളാണ് ഉണ്ടാവുക. റെഡ് സോയിൽ, ചുവന്ന മണ്ണ്. സോയിൽ ഇൻ റെഡ് കളർ ഈസ് റെഡ് സോയിൽ. ചുവന്ന നിറത്തിൽ കാണുന്ന മണ്ണാണ് ചെമ്മണ്ണ്. ക്ലേ, കളിമണ്ണ്. ക്ലേ സോയിൽ ഈസ് സോയിൽ ദാറ്റ് ഈസ് സ്റ്റിക്കി. ക്ലേ സോയിൽ എങ്ങനെയുള്ളതാണ് കൂട്ടുകാരെ? പശിമയുള്ള മണ്ണാണ് കളിമണ്ണ്. അടുത്തത് നോക്കൂ, ബ്ലാക്ക് സോയിൽ, കറുത്ത മണ്ണ്. ബ്ലാക്ക് സോയിൽ ഈസ് സോയിൽ സീൻ ആസ് ബ്ലാക്ക് ഗ്രാനുൾസ്. ബ്ലാക്ക് സോയിലിന്റെ പ്രത്യേകത എന്താണ്? കറുത്ത നിറത്തിൽ തരിതരിയായി കാണപ്പെടുന്ന മണ്ണാണ് കരിമണ്ണ്. റൈറ്റ് എ ഷോർട്ട് ഡെസ്ക്രിപ്ഷൻ അബൌട്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സോയിൽ. വ്യത്യസ്ത തരം മണ്ണിനെ കുറിച്ച് ഒരു ചെറിയ വിവരണം എഴുതൂ. അലുവിയൽ സോയിൽ. Alluvial soil is the top soil that is carried away by water and sedimented at a place. Sand. Sand is mainly made up of tiny granules. Red soil. Soil in red color is red soil. Clay soil. Clay soil is soil that is sticky. Black soil. Black soil is soil seen as black granules. കൂട്ടുകാരെ, വിവിധ തരത്തിലുള്ള മണ്ണുകളെ കുറിച്ച് നമ്മൾ പഠിച്ചു അല്ലേ? ഇനി നിങ്ങൾക്ക് വേണ്ടി ഒരു വർക്ക് തന്നിട്ടുണ്ട്, നോക്കൂ. കളക്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോയിൽ ആൻഡ് പ്രിപ്പയർ ആൻ ആൽബം. വിവിധ തരത്തിലുള്ള മണ്ണുകൾ ശേഖരിച്ച് അവയെക്കുറിച്ച് ഒരു ആൽബം തയ്യാറാക്കൂ കൂട്ടുകാരെ.
ഉണ്ണിക്കുട്ട, അമ്മ ഈസ് കാളിങ്. നൗ ലെറ്റ്സ് പ്ലേ ആഫ്റ്റർ ഫുഡ്. ഉണ്ണിക്കുട്ട, അമ്മ വിളിക്കുന്നു. ഇനി നമുക്ക് ചോറ് കഴിച്ചിട്ട് കളിക്കാം. ആര് പറഞ്ഞു? മണിക്കുട്ടി പറഞ്ഞു. മൈ ഹാൻഡ്സ് ആർ ഡേർട്ടി. ലുക്ക് മണിക്കുട്ടി. എന്റെ കൈ നിറയെ അഴുക്കാണ്. നോക്കൂ മണിക്കുട്ടി. ഹൗ ഈസ് ദാറ്റ് സോ മച്ച് ഓഫ് ഡേർട്ട് കംസ് ഫ്രം ദ സോയിൽ? ഈ മണ്ണിൽ എങ്ങനെയാണ് ഇത്രയധികം അഴുക്കുണ്ടായത്? ആര് ചോദിച്ചു? ഉണ്ണിക്കുട്ടൻ ചോദിച്ചു. എങ്ങനെയായിരിക്കും കൂട്ടുകാരെ? This dirt is formed from the soil and other things in the soil. മണ്ണും മണ്ണിലുള്ള മറ്റ് വസ്തുക്കളും ചേർന്നാണ് ഈ അഴുക്കുണ്ടായത്. കോമ്പോസിഷൻ ഓഫ് ദ സോയിൽ. മണ്ണിൽ എന്തെല്ലാം? നമുക്കൊരു പരീക്ഷണം ചെയ്താലോ? കളക്ട് സോയിൽ ഫ്രം വേരിയസ് പ്ലേസസ് ലൈക്ക് ദ ഏരിയ അറൌണ്ട് ദ വെൽ ഇൻ യുവർ സ്കൂൾ, ദ സ്കൂൾ യാർഡ്, ഏരിയ അറൌണ്ട് എ ട്രീ ആൻഡ് ദ പ്ലേ ഗ്രൗണ്ട്. കൂട്ടുകാരെ, നമ്മൾ എവിടെ നിന്നെല്ലാം മണ്ണ് കളക്ട് ചെയ്യണം? സ്കൂളിന്റെ കിണറിനടുത്തു നിന്നും, മരച്ചുവട്ടിൽ നിന്നും, മുറ്റത്തു നിന്നും, പ്ലേ ഗ്രൗണ്ടിൽ നിന്നുമെല്ലാം നമ്മൾ മണ്ണ് കളക്ട് ചെയ്യണം. See that you take the same quantity of soil from all these places. കൂട്ടുകാരെ, നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. എല്ലാ സ്ഥലത്തു നിന്നും നമ്മൾ ഒരേ അളവിലായിരിക്കണം മണ്ണെടുക്കേണ്ടത്. Put them in different glasses. എന്നിട്ട് അവയെ എന്ത് ചെയ്യണം? പല ഗ്ലാസ്സുകളിലായി അവയെ ഇടണം. Pour water and stir well. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതിനെ നന്നായി ഇളക്കണം. Keep them soil from some times. എന്നിട്ട് അവയെ എന്ത് ചെയ്യണം? കുറച്ച് സമയം അതിനെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. What all do you see, dear friends? കൂട്ടുകാരെ, അതിൽ നിങ്ങൾ എന്തൊക്കെയാണ് കാണുന്നത്? കൂട്ടുകാരെ, നമ്മൾ എടുത്ത എല്ലാ മണ്ണിലും ഒരുപോലെയുള്ള അവശിഷ്ടങ്ങളെയാണോ നമുക്ക് കാണാൻ സാധിക്കുന്നത്? അല്ല അല്ലേ? മരച്ചുവട്ടിൽ നിന്നെടുത്ത മണ്ണിൽ ധാരാളം കരിഞ്ഞ ഇലയുടെ അവശിഷ്ടങ്ങളാണുള്ളത്. എന്നാൽ പ്ലേ ഗ്രൗണ്ടിൽ നിന്നെടുത്ത മണ്ണിലോ കൂടുതലും പേപ്പറിന്റെ അവശിഷ്ടങ്ങളായിരിക്കും ഉണ്ടാവുക. റൈറ്റ് ഡൗൺ ദ എക്സ്പെരിമെന്റ് നോട്ട് ഇൻ ദ എൻവയോൺമെന്റ് ഡയറി. കൂട്ടുകാരെ, നിങ്ങളുടെ നിരീക്ഷണങ്ങൾ നിങ്ങളുടെ പരിസര പുസ്തകത്തിൽ എഴുതൂ. യു മൈറ്റ് ഹാവ് സീൻ സോയിൽ സെറ്റിംഗ് ഡൗൺ അറ്റ് ദ ബോട്ടം ഓഫ് ദ ഗ്ലാസ്. ഗ്ലാസ്സിലെ മണ്ണിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായി ഇളക്കി അതിനെ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചു അല്ലേ? അപ്പോൾ മണ്ണിന് എന്താണ് സംഭവിച്ചത്? മണ്ണ് ഗ്ലാസ് ജാറിനടിയിൽ അടിഞ്ഞുകൂടുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? വാട്ട് എൽസ് ഡു യു സീ എപ്പാർട്ട് ഫ്രം സോയിൽ? മണ്ണ് കൂടാതെ മറ്റെന്തെല്ലാം നമ്മൾ അതിൽ കാണുന്നുണ്ട്? ഡ്രൈ ലീവ്സ്, ഉണങ്ങിയ ഇലകൾ, പേപ്പർ പീസ്, പേപ്പറിൻ്റെ കഷണങ്ങൾ, ടൈനി ക്രിയേച്ചേഴ്സ്, ചെറിയ പ്രാണികൾ, ഫുഡ് വേസ്റ്റ്, ആഹാര അവശിഷ്ടങ്ങൾ, എക്സെട്ര മുതലായ ധാരാളം സാധനങ്ങൾ നമുക്കിതിൽ കാണാൻ കഴിയും. Aren't there certain other particles floating on the surface of the water in the glass? ഗ്ലാസ് ജാറിലെ വെള്ളം നിങ്ങൾ ശ്രദ്ധിക്കൂ കൂട്ടുകാരെ. മുകളിൽ പറഞ്ഞ വസ്തുക്കളിൽ ചില സാധനങ്ങൾ അതിൽ പൊങ്ങിക്കിടക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? Is the amount of particles in the soil taken from all 4 areas the same? 4 സ്ഥലത്തു നിന്നും എടുത്ത മണ്ണിൽ ഒരുപോലെയാണോ മറ്റ് അവശിഷ്ടങ്ങൾ ചേർന്നിരിക്കുന്നത്? നോക്കൂ. ഇൻ വിച്ച് സോയിൽ വേർ ദ അതർ പാർട്ടിക്കിൾസ് ഇൻ ഗ്രേറ്റർ ക്വാണ്ടിറ്റി? എവിടെ നിന്നും എടുത്ത മണ്ണിലാണ് മറ്റ് വസ്തുക്കൾ ധാരാളമുള്ളത്? നിങ്ങളുടെ കണ്ടുപിടുത്തമെല്ലാം പരിസര പുസ്തകത്തിൽ രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ആർ ദ തിങ്സ് യു കുഡ് സീ ഇൻ ദ സോയിൽ? മണ്ണിൽ നമുക്ക് എന്തെല്ലാം വസ്തുക്കളെ കാണാൻ കഴിയും? ഡ്രൈ ക്രംബിൾഡ് ലീവ്സ്, ഉണങ്ങിപ്പൊടിഞ്ഞ ഇലകൾ, ക്രംബിൾഡ് ടിങ്സ്, ചുള്ളിക്കമ്പുകൾ, ടൈനി ക്രിയേച്ചേഴ്സ്, കൊച്ചു ജീവികൾ, പീസസ് ഓഫ് പേപ്പർ, കടലാസ് കഷ്ണങ്ങൾ, പിന്നെ എന്തൊക്കെ നമുക്ക് എഴുതി ചേർക്കാം? റിമൈൻസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്, സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും അവശിഷ്ടങ്ങൾ, ഫുഡ് വേസ്റ്റ്, ആഹാര അവശിഷ്ടങ്ങൾ. മോസ്റ്റ് ഓഫ് സച്ച് പാർട്ടിക്കിൾസ് ദാറ്റ് കളക്ട് ഓൺ ദ സോയിൽ ഡീകേ ഇൻ ദ സോയിൽ ആൻഡ് മേക്ക് ഇറ്റ് ഫെർട്ടൈൽ. മേൽമണ്ണിൽ അടിഞ്ഞുകൂടുന്ന ഇത്തരം വസ്തുക്കളിൽ മിക്കവയും മണ്ണിൽ അലിഞ്ഞു ചേരുകയും മണ്ണ് വളക്കൂറുള്ളതായി മാറുകയും ചെയ്യുന്നു. പ്ലാന്റ്സ് ഗ്രോ വെരി വെൽ ഇൻ ദ സോയിൽ. സസ്യങ്ങൾ ഈ മണ്ണിൽ നന്നായി വളരുന്നു. സച്ച് ഫെർട്ടൈൽ സോയിൽ ഈസ് ദ ബെസ്റ്റ് ഫോർ കൾട്ടിവേഷൻ. ഈ മണ്ണ് കൃഷിക്ക് വളരെ ഉത്തമമാണ്. ചിത്രം നോക്കൂ കൂട്ടുകാരെ. ചിത്രത്തിൽ നിങ്ങൾ എന്താണ് കാണുന്നത്? ഒരു ചെറിയ കുട്ടി ചെടിക്ക് വെള്ളമൊഴിച്ച് നിൽക്കുകയാണല്ലേ? മണിക്കുട്ടി, ദ സോയിൽ ഹാസ് അബ്സോർബ്ഡ് ആൾ ദ വാട്ടർ ഐ poured ഔട്ട് ഫോർ ദിസ് പ്ലാന്റ്. വിൽ ദ പ്ലാന്റ് ഗെറ്റ് അറ്റ്ലീസ്റ്റ് സം? മണിക്കുട്ടി, ഞാൻ ഈ ചെടിക്ക് ഒഴിച്ച വെള്ളമെല്ലാം മണ്ണ് കുടിച്ചല്ലോ. ചെടിക്ക് കുറച്ചെങ്കിലും കിട്ടുമോ? ആര് ചോദിച്ചു? ഉണ്ണിക്കുട്ടൻ ചോദിച്ചു. മണിക്കുട്ടി എന്താണ് ഉത്തരം പറഞ്ഞത്? ഉണ്ണിക്കുട്ട, ഈസ് ഇൻ ദ സോയിൽ ഡ്രൈഡ് ബൈ ദ ഹീറ്റ് ഓഫ് ദ സൺ?
It would also be thirsty. It is the water in the soil that a plant absorbs through its roots. ഉണ്ണിക്കുട്ട, നല്ല വെയിലേറ്റ് ഉണങ്ങിക്കിടക്കുന്ന മണ്ണല്ലേ? മണ്ണിനും നല്ല ദാഹം കാണും. മണ്ണിലെ വെള്ളമാണ് ചെടി വേരിലൂടെ വലിച്ചെടുക്കുന്നത്. സോയിൽ ആൻഡ് വാട്ടർ, മണ്ണും വെള്ളവും. ഡു ആൾ ടൈപ്പ് ഓഫ് സോയിൽ ഹോൾഡ് വാട്ടർ ഇൻ ദ സെയിം ക്വാണ്ടിറ്റി? കൂട്ടുകാരെ, എല്ലാ മണ്ണും ജലം പിടിച്ചു നിർത്തുന്നത് ഒരുപോലെയാണോ? അല്ല അല്ലേ? പ്രിപ്പയർ യുവർ സെൽഫ് ഫോർ ദ നെക്സ്റ്റ് എക്സ്പെരിമെന്റ്. നമുക്ക് അടുത്ത ഒരു എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കിയാലോ? ഏതെല്ലാം സാധനങ്ങളാണ് വേണ്ടത്? കളക്ട് മഡി സോയിൽ ഫ്രം എ ഫീൽഡ്, റെഡ് സോയിൽ ആൻഡ് സാൻഡ് സോയിൽ. വയലിലെ ചെളിമണ്ണ്, ചുവന്ന മണ്ണ്, മണൽ എന്നിവ കളക്ട് ചെയ്യണം. യു മസ്റ്റ് കളക്ട് ഓൺലി ഡ്രൈ സോയിൽ. എങ്ങനെയുള്ള മണ്ണാണ് കൂട്ടുകാരെ കളക്ട് ചെയ്യേണ്ടത്? നന്നായി ഉണങ്ങിയ മണ്ണ് വേണം ശേഖരിക്കാൻ. ടേക്ക് 3 coconut shells ആൻഡ് പുട്ട് ഹോൾസ് ഇൻ ദം. എന്നിട്ട് ഇനി എന്ത് ചെയ്യണം? 3 കണ്ണൻ ചിരട്ടകൾ എടുത്ത് അതിൽ ദ്വാരമിടണം. കീപ്പ് കോട്ടൺ ഓർ ക്ലോത്ത് ഇൻ ദ ഹോൾസ് ഓഫ് ദ കോക്കനട്ട് ഷെൽ. കോക്കനട്ട് ഷെല്ലിന്റെ ദ്വാരത്തിൽ പഞ്ഞിയോ പരുത്തി തുണിയോ കൊണ്ട് അടയ്ക്കണം. ഫിൽ ദ 3 coconut shells വിത്ത് ദ സോയിൽ കളക്റ്റഡ്. കൂട്ടുകാരെ, എന്നിട്ട് നമ്മൾ ശേഖരിച്ച മണ്ണ് 3 കോക്കനട്ട് ഷെല്ലുകളിലായി നിറയ്ക്കണം. സീ ദാറ്റ് ദ സോയിൽ ഈസ് ടേക്കൺ ഇൻ ഈക്വൽ ക്വാണ്ടിറ്റീസ്. 3 ചിരട്ടകളിലും മണ്ണ് ഒരേ അളവിലാണ് നിറയ്ക്കേണ്ടത്. നൗ പ്ലേസ് ദീസ് കോക്കനട്ട് ഷെൽ ഓൺ എ ഗ്ലാസ് ടംബ്ലർ ഈച്ച്. ഇനി ഈ ചിരട്ടകളെ ഓരോ ഗ്ലാസിന് മുകളിലായി വെക്കണം. പോർ വാട്ടർ ഇൻ സെയിം ക്വാണ്ടിറ്റി ഇൻ ഈച്ച് ഓഫ് ദ ഷെൽസ്. ഒരേ അളവിൽ വെള്ളം എല്ലാ ചിരട്ടകളിലേക്കും ഒഴിക്കണം. ഒബ്സർവ് ഫോർ സം ടൈംസ്. കുറച്ച് സമയം നിരീക്ഷിക്കണം. നോട്ടീസ് ദ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ കളക്റ്റഡ് ഇൻ ദ ഗ്ലാസസ്. ഈസ് ഇറ്റ് ദ സെയിം? ഗ്ലാസ്സിൽ ശേഖരിക്കുന്ന വെള്ളത്തിന്റെ അളവ് എല്ലാത്തിലും ഒരുപോലെയാണോ കൂട്ടുകാരെ? നോക്കൂ. വിച്ച് ഓഫ് ദ സോയിൽസ് ഇൻ ദ കോക്കനട്ട് ഷെൽസ് അബ്സോർബ്ഡ് മോർ വാട്ടർ? ഏത് ചിരട്ടയിലെ മണ്ണാണ് കൂട്ടുകാരെ കൂടുതൽ വെള്ളം കുടിച്ചത്? നിങ്ങളുടെ കണ്ടുപിടുത്തം നിങ്ങൾ പരിസര പുസ്തകത്തിൽ എഴുതൂ കൂട്ടുകാരെ. വാട്ട് ഈസ് ദ റീസൺ? എന്താണ് കാരണം? നോക്കൂ. ദ കപ്പാസിറ്റി ടു അബ്സോർബ് വാട്ടർ ഈസ് നോട്ട് ദ സെയിം ഫോർ ആൾ ടൈപ്പ് ഓഫ് സോയിൽ. എല്ലാ മണ്ണിനും ജലസംഭരണ ശേഷി ഒരുപോലെയല്ല. The capacity of sandy soil to absorb water is less. മണൽ മണ്ണിന് ജലസംഭരണ ശേഷി കുറവാണ്. The capacity of red soil that contains organic matter to absorb water is greater. ജൈവ വസ്തുക്കൾ അലിഞ്ഞു ചേർന്ന ചെമ്മണ്ണിനാണ് ജലസംഭരണ ശേഷി കൂടുതലുള്ളത്. നിങ്ങളുടെ കണ്ടുപിടുത്തം ശരിയാണോ കൂട്ടുകാരെ? The soil that is fertile and has greater capacity to absorb water is the best for cultivation. ജലസംഭരണ ശേഷിയും വളക്കൂറുമുള്ള മണ്ണാണ് കൃഷിക്ക് ഉത്തമം. വാട്ട് കൈൻഡ് ഓഫ് സോയിൽ ഈസ് ബെസ്റ്റ് ഫോർ അഗ്രികൾച്ചർ? കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? ദ സോയിൽ ദാറ്റ് ഫെർട്ടൈൽ ആൻഡ് ഹാസ് ഗ്രേറ്റർ കപ്പാസിറ്റി ടു അബ്സോർബ് വാട്ടർ ഈസ് ദ ബെസ്റ്റ് ഫോർ കൾട്ടിവേഷൻ. ജലസംഭരണ ശേഷിയും വളക്കൂറുമുള്ള മണ്ണാണ് കൃഷിക്ക് ഉത്തമം. ഉണ്ണിക്കുട്ടാക്കം, ഐ വിൽ ഷോ യു എ ട്രിക്ക്. ദെയർ ഈസ് എയർ ഇൻസൈഡ് സോയിൽ. ടീച്ചർ ടോൾഡ് മീ സോ. ഉണ്ണിക്കുട്ടാ വാ, ഒരു സൂത്രം കാണിച്ചു തരാം. മണ്ണിനുള്ളിലും വായു ഉണ്ടത്രേ. ടീച്ചർ പറഞ്ഞു തന്നതാ. ആര് പറഞ്ഞു? മണിക്കുട്ടി ഉണ്ണിക്കുട്ടനോട് പറഞ്ഞു. എയർ ഇൻസൈഡ് സോയിൽ ആൾസോ. മണ്ണിലും വായുവോ? ഉണ്ണിക്കുട്ടൻ വാ സർപ്രൈസ്ഡ്. ഉണ്ണിക്കുട്ടന് ആശ്ചര്യമായി. ഉണ്ണിക്കുട്ടൻ ആൻഡ് മണിക്കുട്ടി ആർ പ്രിപ്പയറിംഗ് ദംസെൽഫ് ഫോർ ആൻ എക്സ്പെരിമെന്റ്. അവർ രണ്ടുപേരും ചേർന്നൊരു പരീക്ഷണം ചെയ്യാൻ തീരുമാനിച്ചു. ഈസ് ദെയർ എയർ ഇൻസൈഡ് സോയിൽ ടു? മണ്ണിനുള്ളിലും വായു ഉണ്ടോ? ഡു യു ആൾസോ ഷെയർ ഉണ്ണിക്കുട്ടൻസ് ഡൗട്ട്? കൂട്ടുകാരെ, നിങ്ങൾക്കും ഉണ്ണിക്കുട്ടനെ പോലെ സംശയമായോ? ലെറ്റ് us do an experiment. എങ്കിൽ നമുക്കൊരു പരീക്ഷണം ചെയ്തു നോക്കാം. ദ എയർ പ്രസന്റ് ഇൻ സോയിൽ. മണ്ണിൽ അടങ്ങിയിരിക്കുന്ന വായു. ഫിൽ എ ഗ്ലാസ് ഹാഫ് വിത്ത് വാട്ടർ. ഒരു ഗ്ലാസ് എടുത്ത് അതിൽ പകുതി വെള്ളം നിറയ്ക്കുക. പുട്ട് 1 or 2 ഡ്രൈ മഡ് ബ്ലോക്സ് ഇൻ ടു വാട്ടർ ഇൻ ദ ഗ്ലാസ്. ഗ്ലാസ്സിലെ വെള്ളത്തിൽ 1 or 2 ഉണങ്ങിയ മൺകട്ടകൾ ഇടുക. ഡോണ്ട് യു സീ ബബിൾസ് കമ്മിങ് ഔട്ട്? എന്താണ് കൂട്ടുകാരെ നിങ്ങൾ കാണുന്നത്? കുമിളകൾ ഉയർന്നു പോകുന്നത് കാണുന്നില്ലേ? വേർ ഡു ദീസ് ബബിൾസ് കം ഫ്രം? എവിടെ നിന്നാണ് ഈ കുമിളകൾ വരുന്നത്? റൈറ്റ് ഡൗൺ ദ എക്സ്പെരിമെന്റ് നോട്ട് ഇൻ ദ എൻവയോൺമെന്റ് ഡയറി. കൂട്ടുകാരെ, നിങ്ങളുടെ നിരീക്ഷണങ്ങൾ പരിസര പുസ്തകത്തിൽ എഴുതാൻ മറക്കരുത് കേട്ടോ. എന്താണ് കാരണം? നോക്കൂ. എയർ ഈസ് പ്രസന്റ് ഇൻ മഡ് ബ്ലോക്സ് ടു. മൺകട്ടയിലും വായുവിന്റെ സാന്നിധ്യമുണ്ട്. When the mud blocks falls into water, water percolates into it.
മൺകട്ട വെള്ളത്തിൽ വീണപ്പോൾ ജലം അതിലേക്ക് അരിച്ചിറങ്ങുന്നു. ആസ് എ റിസൾട്ട് ദ എയർ ഇൻ ദ മഡ് ബ്ലോക്സ് ഡസ് നോട്ട് ഹാവ് സ്പേസ്. അതിന്റെ ഫലമായി മൺകട്ടയിലെ വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലമില്ലാതെ വരുന്നു. ഇറ്റ് കംസ് ഔട്ട് ഇൻ ദ ഫോം ഓഫ് ബബിൾസ്. അവ കുമിളകളായി പുറത്തേക്ക് വരുന്നു. പ്ലേസ് എ സ്ട്രോ ഇൻസൈഡ് ദ വാട്ടർ ഇൻ എ ഗ്ലാസ് ആൻഡ് ബ്ലോ ത്രൂ ഇറ്റ്. ഡോൺ ബബിൾസ് റൈസ് അപ്വേർഡ്. ഒരു സ്ട്രോ എടുത്ത് ഗ്ലാസ്സിലെ വെള്ളത്തിലേക്ക് ഇട്ട് നിങ്ങൾ ഊതി നോക്കൂ കൂട്ടുകാരെ. കുമിളകൾ ഉയർന്നു വരുന്നത് നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങളുടെ ഈ നിരീക്ഷണവും പരിസര പുസ്തകത്തിൽ എഴുതണം കേട്ടോ. മദർ, ലുക്ക്. അമ്മേ നോക്കൂ. ആൾ ദ പ്ലാന്റ്സ് ഇൻ അവർ വെജിറ്റബിൾ ഗാർഡൻ ആർ ഗോയിങ് ടു ഫാൾ. നമ്മുടെ പച്ചക്കറി തോട്ടത്തിലെ ചെടികളെല്ലാം മറിഞ്ഞു വീഴാറായിരിക്കുന്നു. ദ സോയിൽ ബിനീത്ത് ദ പ്ലാന്റ്സ് ഹാസ് ബീൻ വാഷ്ഡ് അവേ. എന്താണ് സംഭവിച്ചത്? ചെടികളുടെ അടിയിലെ മണ്ണെല്ലാം ഒലിച്ചു പോയിട്ടുണ്ട്. ആൾ ദ റൂട്ട്സ് ക്യാൻ ബി സീൻ. വേരുകളെല്ലാം തെളിഞ്ഞു കാണാം. മണിക്കുട്ടി എക്സ്പ്രസ്ഡ് ഹെർ ഗ്രീഫ്. മണിക്കുട്ടി തന്റെ സങ്കടം പറഞ്ഞു. സോ ഹെവി വാസ് ദ റെയിൻ ലാസ്റ്റ് നൈറ്റ്. ഇന്നലെ രാത്രി എന്ത് മഴയായിരുന്നു. ദ ടോപ്പ് സോയിൽ മസ്റ്റ് ഹാവ് ബീൻ വാഷ്ഡ് അവേ. മേൽമണ്ണെല്ലാം ഒലിച്ചുപോയി. മദർ ജോയിൻഡ് മണിക്കുട്ടി. അമ്മയും മണിക്കുട്ടിയോടൊപ്പം ചേർന്നു. മദർ, വാട്ട് ഈസ് ദ പ്രോബ്ലം ഇഫ് ദ ടോപ്പ് സോയിൽ ഈസ് വാഷ്ഡ് അവേ? മേൽമണ്ണ് ഒലിച്ചു പോയാൽ എന്താ അമ്മേ കുഴപ്പം? ഉണ്ണിക്കുട്ടൻ കെയിം ഫോർവേഡ് വിത്ത് ഹിസ് ഡൗട്ട്. ഉണ്ണിക്കുട്ടൻ സംശയവുമായി എത്തി. മണ്ണൊലിച്ചു പോയാൽ എന്തായിരിക്കും കൂട്ടുകാരെ സംഭവിക്കുക? ഹൗ ക്യാൻ ദ പ്ലാന്റ് സ്റ്റാൻഡ് ഫേംലി ഇഫ് ദ സോയിൽ ഈസ് വാഷ്ഡ് അവേ? മണ്ണൊലിച്ചു പോയാൽ ചെടികൾ എങ്ങനെ മണ്ണിൽ നിൽക്കും? ഇറ്റ് ഈസ് ദ ഫെർട്ടൈൽ ടോപ്പ് സോയിൽ ദാറ്റ് ഈസ് റിക്വയർഡ് ഫോർ ദ ഗ്രോത്ത് ഓഫ് ദ പ്ലാന്റ്. മാത്രവുമല്ല, വളക്കൂറുള്ള മണ്ണാണ് ചെടികളുടെ വളർച്ചയ്ക്ക് വേണ്ടത്. ഹിസ് മദർ എക്സ്പ്ലെയിൻഡ്. അമ്മ വിശദീകരിച്ചു. ദാറ്റ്സ് റൈറ്റ് മദർ, അവർ ടീച്ചർ ഹാസ് ടോട്ട് us ദിസ് ടു. മണിക്കുട്ടി റിപ്ലൈഡ്. അത് ശരിയാ അമ്മേ, ഇതും ഞങ്ങൾക്ക് ടീച്ചർ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. മണിക്കുട്ടി മറുപടി പറഞ്ഞു. പ്രിവെൻഷൻ ഓഫ് സോയിൽ ഇറോഷൻ. മണ്ണൊലിപ്പ് തടയാം. വാട്ട് ആർ ദ ഹാംഫുൾ എഫക്ട്സ് ഓഫ് സോയിൽ ഇറോഷൻ? മണ്ണൊലിപ്പ് കൊണ്ടുള്ള ദോഷങ്ങൾ എന്തൊക്കെയാണ് കൂട്ടുകാരെ? നോക്കൂ. ടോപ്പ് സോയിൽ ഈസ് വാഷ്ഡ് അവേ. മേൽമണ്ണ് ഒലിച്ചു പോകുന്നു. അഗ്രികൾച്ചർ ഈസ് ഡിസ്ട്രോയിഡ്. കൃഷി നശിക്കുന്നു. ഇനി നമുക്ക് എന്തെല്ലാം എഴുതി ചേർക്കാം? സോയിൽ ഫെർട്ടിലിറ്റി ഡിക്രീസസ്. മണ്ണിന്റെ ഫലപുഷ്ടി കുറയുന്നു. ഡിസ്ട്രക്ഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ട്രീസ്. ചെടികളും മരങ്ങളും നശിക്കുന്നു. ഡിസ്ട്രക്ഷൻ ഓഫ് ബിൽഡിങ്സ്. കെട്ടിടങ്ങളുടെ നാശം. During the rainy season, the soil from our yard and premises is often washed away. മഴക്കാലത്ത് നമ്മുടെ പറമ്പിൽ നിന്നും പരിസരങ്ങളിൽ നിന്നുമൊക്കെ മണ്ണ് ഒലിച്ചു പോകുന്നുണ്ട്. സോയിൽ ഇറോഷൻ ഈസ് ഗ്രേറ്റർ ഓൺ സ്ലാൻഡിംഗ് ലാൻഡ് സർഫസസ്. ചരിവുള്ള പ്രദേശമാണെങ്കിൽ മണ്ണൊലിച്ചു പോകുന്നത് കൂടുതലായിരിക്കും. All the factors that are required for the growth of plants are present in the top soil. സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയിരിക്കുന്നത് എവിടെയാണ് കൂട്ടുകാരെ? മേൽമണ്ണിലാണ്. ദ സോയിൽ ഇറോഷൻ ലീഡ്സ് ടു ദ ഡിസ്ട്രക്ഷൻ ഓഫ് പ്ലാന്റ്സ്. അത് സസ്യങ്ങളുടെ നാശത്തിന് തന്നെ കാരണമാകുന്നു. ഇഫ് ദിസ് ഈസ് സോ, ഷുഡന്റ് സോയിൽ ഇറോഷൻ ബി പ്രിവെന്റഡ്? ഇങ്ങനെയാണെങ്കിൽ മണ്ണൊലിപ്പ് തടയേണ്ടത് നമ്മുടെ ആവശ്യമല്ലേ? വൈ നോട്ട് ട്രൈ ആൻ എക്സ്പെരിമെന്റ്? എങ്കിൽ നമുക്കൊരു പരീക്ഷണം ചെയ്തു നോക്കിയാലോ? പ്രിപ്പയർ എ മഡ് മൗണ്ട് ഇൻ യുവർ സ്കൂൾ പ്രിമിസസ്. സ്കൂളിന്റെ ഒരു വശത്ത് ഒരു മൺകൂന തയ്യാറാക്കുക. ഫിക്സ് ഗ്രാസ് സ്റ്റോക്സ് ഓൺ 1/2 ഓഫ് ദ മഡ് മൗണ്ട്. എന്നിട്ട് എന്ത് ചെയ്യണം കൂട്ടുകാരെ? അതിന്റെ ഒരു വശം നിറയെ പുൽക്കട്ടകൾ വെച്ച് പിടിപ്പിക്കണം. മേക്ക് മെനി ഹോൾസ് അറ്റ് ദ ബോട്ടം ഓഫ് ദ മെറ്റൽ വെസൽ. എന്നിട്ട് എന്ത് ചെയ്യണം? ഒരു തകര പാത്രം എടുത്ത് അതിന്റെ അടിവശം നിറയെ ദ്വാരമുണ്ടാക്കണം. പോർ വാട്ടർ ഓവർ ദ മഡ് മൗണ്ട് ത്രൂ ഇറ്റ്. എന്നിട്ട് എന്ത് ചെയ്യണം? അതിലൂടെ മൺകൂനയ്ക്ക് മുകളിലായി വെള്ളം ഒഴിക്കണം. What happened to the soil in the portion where grass stalks are fixed and that in the other portion? പുൽക്കട്ട ഉറപ്പിച്ച ഭാഗത്തെ മണ്ണിനും മറുഭാഗത്തെ മണ്ണിനും എന്ത് സംഭവിക്കുന്നു കൂട്ടുകാരെ? The root of grass and plants prevent soil erosion by holding soil firmly. പുല്ലും സസ്യങ്ങളും ഉള്ള ഭാഗത്ത് അവയുടെ വേരുകൾ മണ്ണിനെ പിടിച്ചു നിർത്തി മണ്ണൊലിപ്പ് തടയുന്നു. A lot of soil on the other side gets washed away. എന്നാൽ മറുഭാഗത്തെ മണ്ണ് വളരെ കൂടുതലായി ഒലിച്ചു പോയിരിക്കുന്നു. മച്ച് ഓഫ് ദ സോയിൽ ഈസ് വാഷ്ഡ് അവേ ലൈക്ക് ദിസ് ഡ്യൂറിംഗ് ദ റെയിനി സീസൺ. മഴക്കാലത്ത് ഇങ്ങനെ എത്രയധികം മണ്ണാണ് ഒലിച്ചു പോകുന്നത്? ഹാവൻറ്റ് യു സീൻ ഹിൽ സ്ലോപ്സ് കട്ട് ഇൻ ടു ഡിഫറെന്റ് ലെവൽസ് ഫോർ ഫാമിംഗ്? കൂട്ടുകാരെ, കുന്നിൻ ചെരുവുകളിലെ കൃഷിയിടങ്ങൾ തട്ടുതട്ടായി തിരിച്ച് കൃഷി ചെയ്തിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ?
This not only enables rainwater to seep into the soil but also prevent soil erosion. ഇങ്ങനെ ചെയ്യുന്നത് മഴവെള്ളത്തെ തടഞ്ഞ് വെള്ളം മണ്ണിൽ താഴുന്നതിനും മണ്ണൊലിപ്പ് തടയുന്നതിനും സഹായിക്കുന്നു. When rainwater falls over open land, തുറസായ സ്ഥലത്ത് മഴവെള്ളം വീഴുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് കൂട്ടുകാരെ? മണ്ണ് ഇളകി ഒലിച്ചു പോകുന്നു അല്ലേ? The soil is loosened and it gets washed away. This sort of erosion can be prevented by planting trees and grass, etc. മരങ്ങളും പുല്ലുകളും വെച്ച് പിടിപ്പിച്ചാൽ ഈ മണ്ണൊലിപ്പ് നമുക്ക് തടയാനാകും. The roots of the trees, plants, grass, etc. grow into the soil and prevent the washing away of soil. മരങ്ങൾ, ചെടികൾ, പുല്ലുകൾ മുതലായവയുടെ വേരുകൾ മണ്ണിലേക്ക് വളർന്നിറങ്ങി മണ്ണൊലിച്ചു പോകുന്നതിനെ തടയുന്നു. What are the causes of soil erosion? മണ്ണൊലിപ്പിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? Cut trees and plants. ചെടികളും മരങ്ങളും മുറിക്കുക. Deforestation. വനനശീകരണം. Leveling of hills. കുന്നുകളുടെ നിരപ്പാക്കൽ. Slope of the land. ഭൂമിയുടെ ചരിവ്. Sand mining. മണൽ ഖനനം. How to prevent soil erosion? മണ്ണൊലിപ്പ് എങ്ങനെ തടയാം? Plant trees and grass. മരങ്ങളും പുല്ലും നടുക. Hill slopes cut into different layers. കുന്നിൻ ചരിവുകൾ പല തട്ടുകളാക്കി മാറ്റുക. കൺസ്ട്രക്ഷൻ ഓഫ് സ്റ്റോൺ വാൾസ്. കൽഭിത്തിയുടെ നിർമ്മാണം. കൺസ്ട്രക്ഷൻ ഓഫ് മഡ് വാൾസ്. മണൽ ഭിത്തികളുടെ നിർമ്മാണം. ലുക്ക്, അവർ ഫാദർ ഹാസ് കം. ദേ അച്ഛൻ വന്നു. ഉണ്ണിക്കുട്ടൻ റാൻ ടു ഹിം ആൻഡ് ടുക്ക് ദ പാക്കറ്റ് ഫ്രം ഹിസ് ഹാൻഡ്. ഉണ്ണിക്കുട്ടൻ ഓടിച്ചെന്ന് അച്ഛൻ്റെ കയ്യിലെ കവർ വാങ്ങി. വൗ, ബിസ്ക്കറ്റ്. ഹി ഓപ്പൺഡ് ദ പാക്കറ്റ് ആൻഡ് സ്റ്റാർട്ടഡ് ഈറ്റിംഗ്. ഹായ് ബിസ്ക്കറ്റ്. അവൻ കവർ പൊട്ടിച്ച് തിന്നാൻ തുടങ്ങി. ആൻഡ് ഡിഡ് നോട്ട് ഫർഗെറ്റ് ടു ഗീവ് സം ടു മണിക്കുട്ടി ടു. അതിൽ കുറച്ചെണ്ണം അവൻ മണിക്കുട്ടിക്കും കൊടുക്കാൻ മറന്നില്ല. ഹി ത്രൂ അവേ ഇറ്റ്സ് കവർ ടു ദ യാർഡ്. എന്നിട്ടവൻ എന്ത് ചെയ്തു? അതിൻ്റെ കവർ പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞു. ഡിയർ ചൈൽഡ്, ഡോണ്ട് ത്രൂ ദ പ്ലാസ്റ്റിക് കവർ ടു ദ യാർഡ്. മോനെ, പ്ലാസ്റ്റിക് കവർ പറമ്പിലേക്ക് വലിച്ചെറിയരുത്. ഇറ്റ് ഈസ് ഹാംഫുൾ ഇഫ് ഇറ്റ് ഈസ് ലെഫ്റ്റ് ദയർ. അത് അവിടെ കിടന്നാൽ അപകടമാണ്. വൈ? വാട്ട് ഈസ് ദ പ്രോബ്ലം? ഉണ്ണിക്കുട്ടൻ ഹാഡ് എ ഡൗട്ട് അഗെയിൻ. എന്താ അങ്ങനെ ചെയ്താൽ? ഉണ്ണിക്കുട്ടന് വീണ്ടും സംശയമായി. ഡു യു ആക്ട് ലൈക്ക് ദിസ്? കൂട്ടുകാരെ, നിങ്ങൾ ഇങ്ങനെ ചെയ്യാറുണ്ടോ? വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ദിസ് ഈസ് ഡൺ? ഇങ്ങനെ ചെയ്താൽ എന്താണ് സംഭവിക്കുക? നമുക്ക് നോക്കാം. ഡു നോട്ട് പൊല്യൂട്ട് സോയിൽ. മണ്ണ് മലിനമാക്കരുത്. ലെറ്റ് us try an activity. കൂട്ടുകാരെ, ഇനി നമുക്കൊരു പ്രവർത്തനം ചെയ്ത് നോക്കിയാലോ? ടേക്ക് 2 pits in the school premises. സ്കൂളിൻ്റെ കോമ്പൗണ്ടിൽ 2 കുഴികൾ എടുക്കുക. പുട്ട് പ്ലാസ്റ്റിക് ബോട്ടിൽസ്, പാക്കറ്റ്സ്, പോളിസ്റ്റർ ക്ലോത്ത് പീസസ്, ഗ്ലാസ് പീസസ്, തെർമോകോൾ എക്സെട്ര ഇൻ 1 pit ആൻഡ് ഇറ്റ് ബറി ഇറ്റ് അണ്ടർ ദ സോയിൽ. എന്ത് ചെയ്യണം? ആദ്യത്തെ കുഴിയിൽ പ്ലാസ്റ്റിക് കുപ്പികൾ, പാക്കറ്റ്സ്, പോളിസ്റ്റർ തുണിക്കഷണങ്ങൾ, ഗ്ലാസ് പീസസ്, തെർമോകോൾ എന്നിവ ഇട്ട് മണ്ണിട്ട് മൂടുക. Put green leaves, vegetable waste, newspaper pieces, etc. in the second pit. Put and bury them with mud. രണ്ടാമത്തെ കുഴിയിൽ ഏതൊക്കെ ഇടണം കൂട്ടുകാരെ? ഇലകൾ, വെജിറ്റബിൾ വേസ്റ്റ്, പേപ്പർ കഷ്ണങ്ങൾ എന്നിവയിട്ട് മണ്ണിട്ട് മൂടണം. ആഫ്റ്റർ എ ഫ്യൂ ഡേയ്സ് റിമൂവ് ദ മഡ് ആൻഡ് എക്സാമിൻ ബോത്ത് പിറ്റ്സ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കുഴിയിലെ മണ്ണ് മാറ്റി 2 കുഴിയും നിരീക്ഷിക്കൂ. വാട്ട് ഡിഫറൻസ് ഈസ് സീൻ? എന്ത് മാറ്റമാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്? ദ ഒബ്ജക്ട്സ് ഡംപ്ഡ് ഇൻ ദ ഫസ്റ്റ് പിറ്റ് റിമെയിൻസ് വിത്തൗട്ട് ഡീകമ്പോസിങ് ഇൻ ദ സോയിൽ. ഒന്നാമത്തെ കുഴിയിൽ നിക്ഷേപിച്ച വസ്തുക്കൾക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അവ അങ്ങനെ തന്നെ മണ്ണിൽ ചേരാതെ കിടക്കുകയാണ് ചെയ്യുന്നത്. The object will not undergo any changes even if they remains like this for years together. ഒന്നാമത്തെ കുഴിയിൽ നിക്ഷേപിച്ച ഈ വസ്തുക്കൾ വർഷങ്ങളോളം ഇങ്ങനെ കിടന്നാലും ഇവയ്ക്ക് ഒരു മാറ്റവും സംഭവിക്കില്ല. Think of the possible harm if such objects accumulate in the soil. ഇത്തരം വസ്തുക്കൾ മണ്ണിൽ അടിഞ്ഞുകൂടിയാലുള്ള ദോഷങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ കൂട്ടുകാരെ. What are the harmful effects of plastic? പ്ലാസ്റ്റിക്കിൻ്റെ ദോഷകരമായ ഫലങ്ങൾ എന്തൊക്കെയാണ്? Plastic do not decomposes in the soil. പ്ലാസ്റ്റിക് മണ്ണിൽ വിഘടിക്കുന്നില്ല. Plastic waste pollute the soil and water. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മണ്ണിനെയും വെള്ളത്തെയും മലിനമാക്കുന്നു. Soil fertility decreases. മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത കുറയ്ക്കുന്നു. Adversely affects the habitat. ആവാസ വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുന്നു.
പ്ലാസ്റ്റിക് കാസസ് സെവറൽ ഡിസീസസ്. പ്ലാസ്റ്റിക് ധാരാളം അസുഖങ്ങൾ ഉണ്ടാക്കുന്നു. ഇറ്റ് കിൽസ് ദ ബേർഡ്സ് ആൻഡ് ആനിമൽസ്. ഇത് പക്ഷികളെയും മൃഗങ്ങളെയും കൊല്ലുന്നു. കൂട്ടുകാരെ, ഇതുകൂടാതെ ഇനിയും ധാരാളം ദോഷവശങ്ങളുണ്ട്. നിങ്ങൾക്കറിയാവുന്നത് ഇതിനോടൊപ്പം എഴുതി ചേർക്കണം കേട്ടോ. വാട്ട് ക്യാൻ വി ഡു ടു പ്രിവെന്റ് പൊല്യൂഷൻ ഫ്രം പ്ലാസ്റ്റിക്? പ്ലാസ്റ്റിക്കിന്റെ മലിനീകരണം തടയാൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും? റെഡ്യൂസ് ദ യൂസ് ഓഫ് പ്ലാസ്റ്റിക്സ്. പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കുക. യൂസ് ക്ലോത്ത് ബാഗ്സ് ഇൻസ്റ്റെഡ് ഓഫ് പ്ലാസ്റ്റിക് ബാഗ്സ്. പ്ലാസ്റ്റിക് ബാഗുകൾക്ക് പകരം തുണി ബാഗുകൾ ഉപയോഗിക്കുക. ഡു നോട്ട് ത്രൂ പ്ലാസ്റ്റിക് വേസ്റ്റ് ഇൻ ദ സോയിൽ ആഫ്റ്റർ യൂസ്. ഉപയോഗിച്ചതിന് ശേഷം പ്ലാസ്റ്റിക് വേസ്റ്റ് വലിച്ചെറിയാതിരിക്കുക. പ്രൊമോട്ടിംഗ് പ്ലാസ്റ്റിക് റീസൈക്ലിംഗ്. പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് പ്രോത്സാഹിപ്പിക്കുക. മേക്ക് പീപ്പിൾ അവെയർ ഓഫ് ദ പ്രോബ്ലംസ് ഓഫ് പ്ലാസ്റ്റിക്സ്. പ്ലാസ്റ്റിക്കിന്റെ പ്രശ്നങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുക. വാട്ട് ദ പെൻ സേസ്. പേന പറയുന്നു. ഫ്രണ്ട്സ്, ആൾ ഓഫ് യു നോ മീ. കൂട്ടുകാരെ, എന്നെ നിങ്ങൾക്ക് സുപരിചിതമാണല്ലോ. ഐ ആം മേഡ് ഓഫ് പ്ലാസ്റ്റിക്. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ യൂസ് മീ. പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിച്ച എന്നെയാണ് ഇന്ന് മിക്കവരും ഉപയോഗിക്കുന്നത്. ആൻഡ് ആഫ്റ്റർ യൂസ് ഐ ആം യൂഷ്വലി ത്രൂ എവേ. ഉപയോഗത്തിന് ശേഷം എന്നെ വലിച്ചെറിയുകയാണ് പതിവ്. സപ്പോസ് എവറി സ്കൂൾ ചൈൽഡ് ഇൻ കേരള ഡിസ്കാർഡ്സ് 1 പ്ലാസ്റ്റിക് പെൻ എവറി മന്ത്. കേരളത്തിലെ ഓരോ കുട്ടിയും മാസത്തിൽ ഒരു പ്ലാസ്റ്റിക് പേന വീതം ഉപേക്ഷിക്കുന്നു. ദാറ്റ് ഈസ് 12 ഇൻ ഇയർ. അതായത് വർഷത്തിൽ 12 എണ്ണം. ജസ്റ്റ് ഇമാജിൻ അവർ നമ്പർ ഡിസ്കാർഡഡ് ഇൻ എ ഇയർ ബൈ 40 lakhs ചിൽഡ്രൻ. അങ്ങനെയാണെങ്കിൽ കൂട്ടുകാരെ, 40 ലക്ഷത്തോളം കുട്ടികൾ ഒരു വർഷം ഉപേക്ഷിക്കപ്പെടുന്ന ഞങ്ങളുടെ എണ്ണം ഒന്ന് ആലോചിച്ചു നോക്കൂ. ഓ ടെറിബിൾ. ഓ ഭയങ്കരം. കൂട്ടുകാരെ, ഉപയോഗശേഷം നമ്മൾ വലിച്ചെറിയുന്ന ഒരു ചെറിയ പേനയുടെ എണ്ണം നോക്കൂ. ഇങ്ങനെയാണെങ്കിൽ ഒരു ദിവസം നാം വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കുകളുടെ എണ്ണം ഒന്ന് ആലോചിച്ചു നോക്കൂ. എത്രയായിരിക്കും? ചിത്രം നോക്കൂ കൂട്ടുകാരെ. ചിത്രത്തിൽ എന്താണ് കാണുന്നത്? കുറെ മൺചട്ടികളുമായി ഒരാൾ വീടിന് മുന്നിൽ നിൽക്കുന്നു അല്ലേ? അവർ തമ്മിലുള്ള സംഭാഷണം എന്താണെന്ന് നോക്കൂ. ദ ഫ്ലവർ പോട്ട് വെൻഡർ കെയിം അറ്റ് ദ ഡോർ സ്റ്റെപ്പ്. പൂച്ചട്ടി വിൽപ്പനക്കാരി വീടിന്റെ മുറ്റത്തെത്തി. There were pots of different kinds in her basket. അവരുടെ കുട്ടയിൽ എങ്ങനെയുള്ള ചട്ടികളാണ്? വിവിധ തരം ചട്ടികൾ കുട്ടയിലുണ്ടായിരുന്നു. One day mud pan to make fish curry. Mother came to the yard. ആ അമ്മ എന്ത് പറഞ്ഞുകൊണ്ടാണ് മുറ്റത്തേക്ക് വന്നത്? മീൻ കറി വെക്കാൻ ഒരു ചട്ടി വേണം. I need a flower pot to plant a rose. മണിക്കുട്ടി also came there. റോസാച്ചെടി വെക്കാൻ എനിക്കും ഒരു ചട്ടി വേണം. മണിക്കുട്ടിയും എത്തി. I too need a small flower pot. ഉണ്ണിക്കുട്ടൻ joined them. എനിക്കും വേണം ഒരു കൊച്ചു പൂച്ചട്ടി. ഉണ്ണിക്കുട്ടനും അവരോടൊപ്പം കൂടി. What is the price of a flower pot? Father asked. പൂച്ചട്ടി ഒന്നിന് എത്രയാ വില? അച്ഛൻ ചോദിച്ചു. It's only 70 rupees, sir. സാറേ, 70 രൂപയേ ഉള്ളൂ. ഓ that's too much. ഓ അത് വളരെ കൂടുതലാണല്ലോ. സർ, മഡ് ഈസ് നോട്ട് അവൈലബിൾ നൗ. സാറേ, മണ്ണ് കിട്ടാനില്ല. യു നോ ഹൗ ഡിഫിക്കൽട്ട് ഇറ്റ് ഈസ് ടു മേക്ക് ദീസ് വിത്ത് മഡ്. മണ്ണുകൊണ്ട് ഇതുണ്ടാക്കിയെടുക്കാൻ എത്ര ബുദ്ധിമുട്ടാണെന്ന് സാറിന് അറിയാമല്ലോ. ആഫ്റ്റർ ബൈയിങ് ദ റിക്വയർഡ് നമ്പർ ഓഫ് പോട്ട്സ്, ഉണ്ണിക്കുട്ടൻ സ്റ്റുഡ് ദെയർ വിത്ത് അനദർ ഡൗട്ട്. ആവശ്യമുള്ള ചട്ടികളെല്ലാം വാങ്ങിക്കഴിഞ്ഞപ്പോഴും ഉണ്ണിക്കുട്ടന് സംശയം ബാക്കിയായി. എന്തായിരുന്നു കൂട്ടുകാരെ ഉണ്ണിക്കുട്ടന്റെ സംശയം? ആർ ദീസ് പോട്ട്സ് മേഡ് ഓഫ് മഡ്. മണ്ണുകൊണ്ടാണോ ഇതൊക്കെ ഉണ്ടാക്കുന്നത്? മഡ് ഇൻ ഡിഫറെന്റ് ഫോംസ്. രൂപം മാറും മണ്ണ്. വാട്ട് ആർ ദ പ്രോഡക്ട്സ് മേഡ് ഓഫ് മഡ്. മണ്ണ് കൊണ്ടുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ഏതെല്ലാമാണ്? ടാബുലേറ്റ് ദ ഒബ്ജക്ട്സ് ഷോൺ ഇൻ ദ പിക്ചർ ബിലോ ഇൻ ദോസ് മേഡ് ഓഫ് മഡ് ആൻഡ് ദോസ് മേഡ് ഓഫ് അതർ സബ്സ്റ്റൻസസ്. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രം നോക്കൂ കൂട്ടുകാരെ. ഇതിൽ മണ്ണുകൊണ്ടുണ്ടാക്കിയവയെയും അല്ലാത്തവയും തമ്മിൽ പട്ടികപ്പെടുത്തൂ. ഒബ്ജക്ട്സ് മേഡ് ഓഫ് മഡ്. മണ്ണ് കൊണ്ട് നിർമ്മിച്ചവ. ഒന്ന് നമുക്ക് വേണ്ടി തന്നിട്ടുണ്ട്. ഏതാണത്? പോട്ട്, കലം. ഇനി നമുക്ക് ഏതൊക്കെ അതിൽ നിന്നും തിരഞ്ഞെടുത്തെഴുതാം? റൂഫ് ടൈൽ, ഓട്. ക്ലേ ചിരാത്, മൺചിരാത്. ഫ്ലവർ പോട്ട്, പൂച്ചട്ടി. ബ്രിക്ക്, ചുടുകല്ല്. എർത്തൻ ജാർ, കൂജ. ഒബ്ജക്ട്സ് മേഡ് ഓഫ് അതർ സബ്സ്റ്റൻസസ്. മറ്റു വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ചവ. ഒന്ന് നമുക്ക് വേണ്ടി തന്നിട്ടുണ്ട്. ഏതാണത്? അംബ്രല്ല, കുട. ഇനി നമുക്ക് ഇതിൽ നിന്നും ഏതൊക്കെ എഴുതി ചേർക്കാം? ബുക്ക്, പുസ്തകം. ഫാൻ, TV, വാച്ച്,
Table. What other objects made of mud have you seen? മണ്ണ് കൊണ്ട് നിർമ്മിക്കുന്ന മറ്റെന്തെല്ലാം വസ്തുക്കൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് കൂട്ടുകാരെ? Several products like ഭരണി, fire stove, floor tile, curious and toys are made of mud. ധാരാളം സാധനങ്ങളുണ്ട്. ഏതൊക്കെയാണവ? ഭരണി, വിറകടുപ്പ്, തറയോട്, കരകൗശല വസ്തുക്കൾ, കളിപ്പാട്ടങ്ങൾ മുതലായവ മണ്ണുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. All kind of mud are not used for making such objects. എല്ലാത്തരം മണ്ണും ഇത്തരം നിർമ്മാണങ്ങൾക്ക് ഉപയോഗിക്കുന്നില്ല. Sticky hard clay is used for this. പശിമയും ഉറപ്പുമുള്ള കളിമണ്ണാണ് ഇതിനുപയോഗിക്കുന്നത്. Objects of different shapes are made out of clay, thoroughly mixed with sufficient water. എങ്ങനെയുള്ള മണ്ണാണ് കൂട്ടുകാരെ നമ്മൾ കളിമൺ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്? പശിമയും ഉറപ്പുമുള്ള മണ്ണാണല്ലേ. ഇതിനെ എന്ത് ചെയ്യും? ആദ്യം മണ്ണ് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കും. എന്നിട്ടാണ് രൂപങ്ങൾ നിർമ്മിക്കുന്നത്. Then they are dried and baked in fire. എന്നിട്ട് അവ എന്ത് ചെയ്യും? ഉണക്കി തീയിൽ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. Is there a pottery unit in your locality? കൂട്ടുകാരെ, നിങ്ങളുടെ പ്രദേശത്ത് മൺപാത്ര നിർമ്മാണശാലയുണ്ടോ? If there is one, try to visit and find out how pottery is made. ഉണ്ടെങ്കിൽ തീർച്ചയായും അവിടെ സന്ദർശിച്ച് മൺപാത്രങ്ങൾ എങ്ങനെ രൂപപ്പെടുന്നു എന്ന് നിങ്ങൾ കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കണം. Record your observation in the environment diary. എന്നിട്ട് നിങ്ങൾ കണ്ടെത്തിയ കാര്യങ്ങൾ നിങ്ങളുടെ പരിസര പുസ്തകത്തിൽ എഴുതുകയും വേണം. What kind of soil is used for pottery? എങ്ങനെയുള്ള മണ്ണാണ് കളിമൺ പാത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്? Sticky hard clay is used for pottery. പശിമയും ഉറപ്പുമുള്ള കളിമണ്ണാണ് ഇതിന് ഉപയോഗിക്കുന്നത്. Making structures with mud. മണ്ണ് കൊണ്ടുള്ള രൂപങ്ങൾ. കൂട്ടുകാരെ, നമുക്കും കളിമണ്ണ് കൊണ്ട് കുറച്ച് രൂപങ്ങൾ ഉണ്ടാക്കി നോക്കിയാലോ? എങ്ങനെ ഉണ്ടാക്കാം നോക്കൂ. Dear friends, try to make different shapes and toys you like by collecting sticky mud from the field. കൂട്ടുകാർ വയലിൽ നിന്നും പശിമയുള്ള ചെളിമണ്ണ് ശേഖരിച്ച് ഇഷ്ടമുള്ള രൂപങ്ങളും കളിപ്പാട്ടങ്ങളും നിർമ്മിച്ചു നോക്കൂ. Let us familiarize ourselves with an interesting construction method using mud. കളിമണ്ണ് കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കൗതുകകരമായ ഒരു നിർമ്മാണ രീതി പരിചയപ്പെട്ടാലോ? ആദ്യം എന്ത് ചെയ്യണം? Collect empty match boxes. Fill these match boxes with mud made into fine paste. കൂട്ടുകാരെ, ആദ്യം നിങ്ങൾ എംറ്റി ആയിട്ടുള്ള ഒഴിഞ്ഞ തീപ്പെട്ടിക്കൂടുകൾ ശേഖരിക്കൂ. എന്നിട്ട് വയലിൽ നിന്ന് നമ്മൾ എടുത്തു കൊണ്ടുവന്ന ചെളിമണ്ണ് നന്നായി കുഴച്ച് തീപ്പെട്ടിക്കൂടുകളിൽ നിറയ്ക്കൂ. Now take out the mud forms from the match boxes and dry them well in the sun. തീപ്പെട്ടിയിൽ നിന്ന് മൺരൂപങ്ങൾ പുറത്തെടുത്ത് വെയിലത്ത് വെച്ച് നന്നായി ഉണക്കിയെടുക്കൂ. You get small mud blocks. നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത്? കൊച്ചു മൺകട്ടകൾ ലഭിക്കും. Give different colors to the mud blocks using water color. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജലഛായം ഉപയോഗിച്ച് മൺകട്ടകൾക്ക് നിറം കൊടുത്തതിനെ ഭംഗിയാക്കൂ. You can make many interesting structures using these mud blocks. ഈ മൺകട്ടകൾ ഉപയോഗിച്ച് എന്തെല്ലാം രസകരമായ രൂപങ്ങൾ ഉണ്ടാക്കാം. If there is no soil, മണ്ണില്ലെങ്കിൽ. Plants from grass to huge trees and animals from microorganisms to giant creatures depend on soil for existence. ചെറുപുല്ല് മുതൽ വലിയ മരങ്ങൾ വരെയുള്ള സസ്യങ്ങളും ചെറുജീവികൾ മുതൽ വൻജീവികൾ വരെയുള്ള ജന്തുക്കളും മണ്ണിനെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. Whereas humans depends on animals and plants for their livelihood. മനുഷ്യനാകട്ടെ ജന്തുക്കളെയും സസ്യങ്ങളെയും ആശ്രയിച്ച് ജീവിക്കുന്നു. So, if there is no soil, the existence of all organisms including human will be in danger. മണ്ണില്ലെങ്കിൽ മനുഷ്യനടക്കമുള്ള എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പ് അപകടത്തിലാവും. It is our responsibility to protect our soil. നമ്മുടെ മണ്ണ് സംരക്ഷിക്കേണ്ടത് നാം തന്നെയാണ്. No soil, no life. മണ്ണില്ലെങ്കിൽ നാമില്ല. അതുകൊണ്ട് മണ്ണ് സംരക്ഷണം നമ്മുടെ ഉത്തരവാദിത്തമാണ്. Prepare a poster related to soil conservation. മണ്ണ് സംരക്ഷണവുമായി ബന്ധപ്പെട്ടൊരു പോസ്റ്റർ തയ്യാറാക്കൂ. ഞാൻ എഴുതിയത് നോക്കൂ. Soil conservation is our duty. No soil, no life. മണ്ണ് സംരക്ഷണം നമ്മുടെ കടമയാണ്. മണ്ണില്ലെങ്കിൽ നാമില്ല. കൂട്ടുകാരെ, ഇനി നമുക്ക് ലെറ്റർ സെസ്സിലെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കിയാലോ?
വിച്ച് among the following is a place possible for soil erosion? താഴെ പറയുന്നവയിൽ മണ്ണൊലിപ്പിന് സാധ്യത കൂടുതലുള്ള സ്ഥലം ഏതാണ്? പ്ലേസ് വിത്ത് ഗ്രാസ് ആൻഡ് ട്രീസ്, പുല്ലുകളും മരങ്ങളും കൂടുതലുള്ള സ്ഥലം. ഹിൽ സ്ലോപ്സ് കട്ട് ഇൻ ടു ഡിഫറൻറ്റ് ലെയേഴ്സ്, പല തട്ടുകളായി തിരിച്ച കുന്നിൻ ചരിവ്. സ്ലോപ്പിംഗ് ലാൻഡ് ആൻഡ് വിത്തൗട്ട് എനി പ്ലാന്റ്സ്, സസ്യങ്ങളൊന്നുമില്ലാതെ ചരിഞ്ഞു കിടക്കുന്ന സ്ഥലം. പ്ലെയിൻ ലാൻഡ്, നിരപ്പായ പ്രദേശം. ഏതാണ് കൂട്ടുകാരെ? സ്ലോപ്പിംഗ് ലാൻഡ് ആൻഡ് വിത്തൗട്ട് എനി പ്ലാന്റ്സ്, സസ്യങ്ങളൊന്നുമില്ലാതെ ചരിഞ്ഞു കിടക്കുന്ന സ്ഥലം. വിച്ച് ഈസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സോയിൽ ഫോർ പ്ലാന്റ്സ്? ചെടി നടാൻ ഏറ്റവും യോജിച്ച മണ്ണ് ഏതാണ്? പൗഡേർഡ് റോക്ക്, കരിങ്കൽ പൊടി. സാൻഡി സോയിൽ, മണൽ മണ്ണ്. ദ ടോപ്പ് സോയിൽ ഓഫ് എ പ്ലേസ് വിത്ത് പ്ലാന്റ്സ്, സസ്യങ്ങളുള്ള സ്ഥലത്തെ മേൽമണ്ണ്. സോയിൽ ടേക്കൻ ഔട്ട് ഫ്രം എ ഡീപ് പിറ്റ്, ആഴത്തിലെ കുഴിയിൽ നിന്നെടുത്ത മണ്ണ്. ഏതാണ് കൂട്ടുകാരെ? ദ ടോപ്പ് സോയിൽ ഓഫ് എ പ്ലേസ് വിത്ത് പ്ലാന്റ്സ്, സസ്യങ്ങൾ ഉള്ള സ്ഥലത്തെ മേൽമണ്ണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ഓഫ് ദ ഒബ്ജക്ട്സ് മെൻഷൻഡ് ബിലോ പൊല്യൂട്ട് സോയിൽ? താഴെ പറയുന്ന വസ്തുക്കളിൽ മണ്ണിനെ മലിനമാക്കുന്നവ ഏതൊക്കെയാണ്? ബോൾ പെൻ, ബോൾ പേന. പോളിസ്റ്റർ ക്ലോത്ത്, പോളിസ്റ്റർ തുണി. പ്ലാസ്റ്റിക് പാക്കറ്റ്, പ്ലാസ്റ്റിക് കവറുകൾ. കോട്ടൺ ക്ലോത്ത്, പരുത്തി വസ്ത്രങ്ങൾ. ലീവ്സ്, ഇലകൾ. ബോട്ടിൽസ്, കുപ്പികൾ. ന്യൂസ് പേപ്പർ, പത്രക്കടലാസ്. ഡീക്കേഡ് ഫ്രൂട്ട്സ്, അഴുകിയ പഴങ്ങൾ. ഏതൊക്കെ എഴുതാൻ കൂട്ടുകാരെ? ഞാൻ എഴുതിയത് നോക്കൂ. ബോൾ പെൻ, പോളിസ്റ്റർ ക്ലോത്ത്, പ്ലാസ്റ്റിക് പാക്കറ്റ്സ് ആൻഡ് ബോട്ടിൽസ്. കൂട്ടുകാരെ, ഇന്നത്തെ ക്ലാസ് കുറച്ച് ലെങ്തി ക്ലാസ് ആണ്. നിങ്ങൾക്ക് ഈ ക്ലാസ് കാണുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ഇടുക. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്ലാസ് ഞാൻ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിടാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യൂ. തുടർന്നുള്ള ക്ലാസ് കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യൂ. അടുത്തൊരു ക്ലാസ്സുമായി വരുന്നതുവരെ ഗുഡ് ബൈ.